ഹൾക്ക്, അയൺമാന്, വെനം അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിൽ ഇൻസ്പയർഡ് ആയ ആളുകൾ ഒരുപാട് ആൾക്കാരില്ലേ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടോ ഹൾക്കിനൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു പവറൊക്കെ കിട്ടണമെങ്കിൽ ഒരേറ്റ ഇടിയിൽ അങ്ങ് തെറിപ്പിച്ച് കളയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ സ്വപ്നം കാണില്ലേ, നമ്മുടെ സ്കൂള് നമ്മൾ രക്ഷിക്കും, തീവ്രവാദികളുടെ കയ്യിലൊക്കെ നമ്മളിങ്ങനെ രക്ഷിക്കുക, നമുക്കിങ്ങനെ കുറെ സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടും. അയൺമാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൈ വെക്കുമ്പോഴത്തേനും പല സ്ഥലത്തുനിന്ന് ആ ഒരു സ്യൂട്ട് ഇങ്ങനെ പറന്നു വന്നിട്ട് നമ്മുടെ മേത്ത് ഇങ്ങനെ കയറാം. അങ്ങനെ ഒരുപാട് ഇമാജിനേഷൻസിൽ ജീവിക്കുന്ന പല ആളുകളാണ് നമ്മളൊക്കെ. എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു തവണയെങ്കിലും നമ്മളൊക്കെ ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ കൈയൊന്ന് വെക്കുമ്പോഴത്തേനും നമ്മുടെ സ്യൂട്ട് ഇങ്ങനെ പറന്നു വരുന്നത്. സ്പൈഡർമാനൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കും അങ്ങനെയൊക്കെ കാണാൻ സുഖല്ലേ, ഈ ബിൽഡിംഗ് അപ്പുറത്തെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തൊരു കാര്യം ഉണ്ടാവും, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും, ഒരിക്കലെങ്കിലും ആ വല അങ്ങ് പോകുമോ നോക്കാം, വെബ് കിട്ടുമോ നോക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ആളുകൾ എഴുതി ക്രിയേറ്റ് ചെയ്ത സൂപ്പർ ഹീറോസ് ആണ്. പക്ഷെ ഇവർക്കൊക്കെ നമ്മുടെ ഉള്ളിൽ വലിയൊരു പവർ ഉണ്ട്, അതായത് ഒരു ഡെപ്ത് ഉണ്ട് ഈ ക്യാരക്ടേഴ്സിനൊക്കെ. പക്ഷെ ഇവരെ നമുക്ക് റിയൽ ലൈഫിൽ ഇങ്ങനെ ആവാൻ പറ്റുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല. ഇനി ഏതെങ്കിലും ടെക്നോളജി വന്നാൽ ഒന്നും അത് നമുക്ക് ഒരിക്കലും പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. മേ ബി എന്തെങ്കിലും ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് AI വന്ന് റോബോട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ പല ടൈപ്പിൽ വന്ന് ഏതെങ്കിലും ഒരു കാലത്ത് മേ ബി ഇതേപോലെ സൂപ്പർ ഹീറോസ് ആയിട്ട് ആളുകൾക്ക് മാറാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഒക്കെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇപ്പൊ പറഞ്ഞു വന്നത് ഉണ്ടായെന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റണം ഇല്ല, അങ്ങനെ പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ഒരു വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ പോലുള്ള പാവങ്ങൾക്കും സാധാരണക്കാർക്കും പറ്റിയത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് ഏതാണ്? പിക്സ്വേഴ്സ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ക്യാരക്ടറിലേക്കാണ് സ്വിച്ച് ആവേണ്ടത് അത് സെലക്ട് ചെയ്താൽ അതിന്റെ മുന്നേ നമ്മൾ ഏതാണ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏത് ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത് അത് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഏത് ക്യാരക്ടർ ആണോ ആവേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ജനറേറ്റ് ചെയ്ത് അവർ തന്നെ തരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാൻ പറ്റും. പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവർ ഓരോ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഇതാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഹൾക്ക് ആകാനും അയൺമാൻ ആകാനും ഒക്കെ ഉള്ള. ഇതും പെയ്ഡാണ്. അതെ, അത് അല്ലാണ്ട് ഇപ്പോ ഒരു 100 നിങ്ങൾ എനിക്ക് ആദ്യം ഹൾക്കാണ് പിന്നെ അയൺമാൻ ആകണം അങ്ങനെ എല്ലാ രീതിയിലും ട്രൈ ചെയ്യുമ്പോൾ ബാക്കി കുറച്ചൊന്ന് പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും അതുപോലെ തന്നെ കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക.